ഇന്ന് ഞാനൊരു കൊറിയൻ നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഒരു അപ്പൂപ്പൻ്റെയും അപ്പൂപ്പൻ്റെ 4 പട്ടികളുടെയും കഥയാണ്. അപ്പൂപ്പൻ്റെ പേര് ലാർക്കോ എന്നാണ്. ഈ അപ്പൂപ്പൻ നാട്ടിലെങ്ങും വരാറേയില്ല, കാട്ടിലാണ് താമസം. കാട്ടിൽ ഒരു ഗുഹയിലായിരുന്നു ലാർക്കോ അപ്പൂപ്പൻ താമസിച്ചിരുന്നത്. അപ്പൂപ്പൻ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കും, മരങ്ങളിൽ നിന്ന് കായകൾ പറിച്ചു തിന്നും, കാട്ടരുവിയിലെ വെള്ളം കുടിക്കും. അങ്ങനെ കാട്ടിലെ ജീവിതം ജീവിച്ചിരുന്ന ഒരു അപ്പൂപ്പനായിരുന്നു ലാർക്കോ അപ്പൂപ്പൻ. ഈ അപ്പൂപ്പന് കൂട്ടുകാരായിട്ട് 4 പട്ടികളുണ്ടായിരുന്നു. ഒന്നാമത്തെ പട്ടി നല്ല വെളുത്ത ഒന്നായിരുന്നു, വെളുമ്പൻ. രണ്ടാമത്തേത് നല്ല കറുത്തതാണ്, അവൻ്റെ പേര് കറുമ്പൻ. മൂന്നാമത്തേൻ്റെ ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്, അതുകൊണ്ട് അവൻ്റെ പേര് പാണ്ഡൻ. നാലാമത്തെ പട്ടിക്ക് തവിട്ട് നിറമായിരുന്നു, അവൻ്റെ പേര് ചെമ്പൻ. അങ്ങനെ വെളുമ്പനും കറുമ്പനും പാണ്ഡനും ചെമ്പനും ലാർക്കോ അപ്പൂപ്പനും കൂടി കാട്ടിലങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. നായ്ക്കൾക്കുള്ള ഭക്ഷണവും അപ്പൂപ്പനാണ് തയ്യാറാക്കുന്നത്. പക്ഷികളെയോ ചെറിയ മൃഗങ്ങളെയോ ഒക്കെ വേട്ടയാടുമ്പോൾ അതിൻ്റെ മാംസം അപ്പൂപ്പൻ ഈ നായ്ക്കൾക്കും പങ്കുവെച്ചു കൊടുക്കും. ചിലപ്പോഴൊക്കെ അപ്പൂപ്പൻ പാകം ചെയ്യുന്ന ധാന്യമോ പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ ഇവ കഴിക്കും. ചിലപ്പോഴൊക്കെ അപ്പൂപ്പൻ പാകം ചെയ്യാതെ പച്ചക്കായിരിക്കും കഴിക്കുന്നത്. അപ്പോഴും ഈ നായ്ക്കൾ അപ്പൂപ്പൻ എന്താണോ കൊടുക്കുന്നത് അത് കഴിച്ചോളും. അങ്ങനെ അപ്പൂപ്പൻ്റെ ഒപ്പം വളരെ സന്തോഷമായിട്ട് ഈ 4 നായ്ക്കൾ കഴിഞ്ഞു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പന് പ്രായമായി, തീരെ വയ്യാതായി. താൻ മരിച്ചു പോകുന്നല്ലോ അപ്പൂപ്പന് തോന്നി തുടങ്ങി. അദ്ദേഹം എപ്പോഴും ഗുഹയിൽ കിടപ്പാണ്. അപ്പോൾ ഗുഹയോട് ചേർന്നുള്ള മുറ്റത്ത് അപ്പൂപ്പൻ കുറച്ച് പഴച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് അവയൊക്കെ പറിച്ചു തിന്നാം. പക്ഷെ അവ കൊണ്ട് തൻ്റെ 4 മൃഗങ്ങളെ കൂടെ തീറ്റിപ്പോറ്റാൻ അപ്പൂപ്പന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ 4 നായ്ക്കളെയും കൂടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എനിക്ക് തീരെ വയ്യാതായി. നിങ്ങൾക്ക് കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കിനി തീരെ വയ്യ. നിങ്ങൾക്കുള്ള ഭക്ഷണം കൂടി കണ്ടെത്താൻ എനിക്ക് പറ്റുന്നേ ഇല്ല. അപ്പോൾ നായ്ക്കൾ ചോദിച്ചു, അയ്യോ അപ്പൂപ്പൻ, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ വിട്ട് പൊയ്ക്കോളൂ, ദൂരെ എവിടെയെങ്കിലും പൊയ്ക്കോളൂ. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാകം ചെയ്തു തരാം. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, നിങ്ങൾ വേട്ടയാടി പിടിച്ചോ, മരങ്ങളിൽ നിന്നോ കാട്ടരുവിയിൽ നിന്നോ പുറത്തുള്ള ഗ്രാമത്തിൽ നിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ, അത് പാകം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. അല്ലാതെ എന്നെക്കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. 4 നായ്ക്കൾക്കും ആകെ വിഷമമായിപ്പോയി. ഇത്ര കാലം അപ്പൂപ്പൻ്റെ നിഴൽ പോലെ കൂടെ നടന്നതാണ്. അപ്പൂപ്പൻ തരുന്നത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഞങ്ങളുടെ കാര്യം ആകെ അവതാളത്തിലായല്ലോ. ആദ്യം കുറേ നേരം നായ്ക്കൾ അപ്പൂപ്പൻ്റെ ഗുഹയ്ക്ക് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പൂപ്പൻ പറഞ്ഞത് നേരാണ്. അപ്പൂപ്പൻ ഇനി പഴയതുപോലെ വേട്ടയാടാനോ ചൂണ്ടയിടാനോ കൃഷി ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൂപ്പനുള്ള ഭക്ഷണം അത്യാവശ്യം ഗുഹയ്ക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ തങ്ങൾക്ക് 4 പേർക്കും കൂടി അപ്പൂപ്പന് തരാൻ പറ്റില്ല. അപ്പോൾ 4 നായ്ക്കളും കൂടി ഒരു തീരുമാനം എടുത്തു. പോയിട്ട് തീയും വെള്ളവും വിറകും ഇറച്ചിയും കൊണ്ടുവരാം. ഈ 4 സാധനങ്ങളും കൊണ്ടുവന്നാൽ അപ്പൂപ്പൻ തങ്ങൾക്ക് എന്തെങ്കിലും പാചകം ചെയ്ത് തരും. ഈ 4 നായകൾക്കും പാകം ചെയ്ത ഇറച്ചിക്കറി വളരെ ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ തീരുമാനിച്ചത്. അങ്ങനെ 4 പേരും കൂടി തീയും വെള്ളവും വിറകും ഇറച്ചിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടം വിട്ട് യാത്രയായി. അങ്ങനെ പോയി വെളുമ്പൻ നായ ഒരു നദിയുടെ കരയിലെത്തി. അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നാലല്ലേ അപ്പൂപ്പന് ഇറച്ചിക്കറി വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കറുമ്പൻ നായ ആണെങ്കിൽ ഒരു അമ്മൂമ്മയുടെ വീട്ടിലാണ് എത്തിയത്. അവിടെ നിന്ന് കുറച്ച് തീ കടം വാങ്ങിക്കൊണ്ട് വരാമെന്നാണ് അവൻ വിചാരിച്ചത്. വിറക് തേടിപ്പോയ പാണ്ഡൻ നായ ആണെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിലാണ് വലിഞ്ഞു കയറിയത്. അവിടെ നിന്ന് കുറച്ച് ചുള്ളിക്കമ്പുകൾ ഓടിച്ച് വിറവ് കൊണ്ടുവരാമെന്ന് അവനും വിചാരിച്ചു. നാലാമത്തെ ചെമ്പൻ നായ ആണെങ്കിൽ ഒരു കുറ്റിക്കാട്ടിൽ പോയി പതുങ്ങിയിരുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും ചെറിയ മൃഗങ്ങൾ അതുവഴി വരികയാണെങ്കിൽ അതിൻ്റെ മേലെ ചാടി വീണ് അതിനെ പിടിച്ച് കൊന്ന് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്നാണ് ചെമ്പൻ നായയും വിചാരിച്ചത്. പക്ഷേ ഈ 4 പേരും പിന്നെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നദിയിലിറങ്ങിയ വെളുമ്പൻ നായ നദിയിൽ ഒരുപാട് മീനുകളെ കണ്ടു. വെള്ളമെടുക്കുന്ന കാര്യം അവൻ മറന്നുപോയി. അവൻ മീനുകളെ പിടിച്ച് തിന്നു തുടങ്ങി. തിന്നപ്പോൾ നല്ല രുചി, പച്ച മീനാണെങ്കിലും കുഴപ്പമില്ല, ഇത് കറി വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അവന് തോന്നി. അവന് മീനുകളെ തിന്ന് നദിയിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നദിയിൽ മീൻ പിടിച്ച് അവന് നദിയിൽ തന്നെ കഴിഞ്ഞു. അവന് നാട്ടുകാരൊരു പേരിട്ടു. എന്താ? നീർനായ. അങ്ങനെയാണ് നീർനായകൾ ഉണ്ടായത്. മുമ്മയുടെ വീട്ടിൽ തീ അന്വേഷിച്ച് പോയ നായയാണെങ്കിൽ അവിടെ കിടന്ന് തീ വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
അമ്മൂമ്മയ്ക്കുണ്ടോ നായയുടെ ഭാഷ മനസ്സിലാകുന്നു. അമ്മൂമ്മയുടെ പേര് മിയോണി എന്നായിരുന്നു. മിയോണി അമ്മൂമ്മ നോക്കുമ്പോൾ ഉണ്ട് ഒരു പട്ടി മുറ്റത്ത് കിടന്ന് കരയുന്നു. നല്ല കറുമ്പം പട്ടി. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മ ഒരു കഷ്ണം വറുത്ത മീനെടുത്ത് അവന് കൊടുത്തു. അവനാണെങ്കിൽ വറുത്ത മീൻ ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് അപ്പൂപ്പൻ്റെ അടുത്ത് വെച്ച് അവന് വറുത്ത മീൻ കൂട്ടിയിട്ടേയില്ല. അപ്പൂപ്പൻ എന്തെങ്കിലും വേവിച്ച് കൊടുത്താൽ തിന്നും എന്നല്ലാതെ രുചിയുള്ള ഭക്ഷണമൊന്നും കാർബിൻ അന്നേ വരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി മുതൽ അമ്മൂമ്മയ്ക്കൊപ്പം അങ്ങ് കൂടാമെന്ന് അവൻ കരുതി. അങ്ങനെ അവനൊരു വളർത്തു നായയായിട്ട് അമ്മൂമ്മയുടെ ഒപ്പം കൂടി. മിയോണി അമ്മൂമ്മയുടെ വളർത്തു നായയാണ് ഇനി മുതൽ കറുമ്പൻ പട്ടി. വിറകെടുക്കാൻ പോയ പാണ്ടൻ നായയാണെങ്കിൽ വലിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഉണ്ട് മരത്തിൽ നിറയെ പഴങ്ങൾ നിൽക്കുന്നു. നല്ല രുചി. അവൻ ആ മരത്തിൽ നിന്ന് കുറേ പഴങ്ങൾ പറിച്ചു തിന്നു. വിശപ്പ് മാറിയപ്പോൾ ഉറക്കം വന്നു. ഒരു മരച്ചില്ലിൽ കിടന്ന് ഉറങ്ങി. ഉണർന്നപ്പോൾ പിന്നെയും വിശന്നു. ആ മരത്തിലെ പഴങ്ങൾ പറിച്ചു തിന്നു. നോക്കുമ്പോൾ ഉണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടുതൽ നല്ല പഴങ്ങൾ നിൽക്കുന്നു. അവൻ ആ മരത്തിലേക്ക് ചാടിക്കയറി അവിടുന്ന് പഴങ്ങൾ തിന്നു. അങ്ങനെ അവൻ മരത്തിന് മേലെ താമസമായി. നാട്ടുകാരവനെ മരപ്പട്ടി എന്ന് വിളിച്ചു. ഇനി ഇറച്ചിക്ക് വേണ്ടിയിട്ട് കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന ചെമ്പൻ നായാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ചെറിയ ചെറിയ മൃഗങ്ങളുടെ മേലെ ചാടി വീണു. അവയെ കൊന്നു. അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുചെല്ലാനൊന്നും മെനക്കെട്ടില്ല. അവിടെ ഇരുന്ന് തന്നെ തിന്നു. തിന്നപ്പോൾ നല്ല രുചി, നല്ല വിദ്യ. ഇനി കൂട്ടാരും വേണ്ട, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാമെന്ന് അവനും കരുതി. അങ്ങനെ കുറ്റിക്കാടുകളിൽ മറഞ്ഞിരുന്ന് ചെറിയ മൃഗങ്ങളെ ചാടി വീണ് കൊല്ലുന്നവനെ ആളുകൾ ചെന്നായ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാണ് ലാർക്കോ അപ്പൂപ്പൻ്റെയും ലാർക്കോ അപ്പൂപ്പൻ്റെ 4 നായകളുടെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.